എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 18 ആദ്യത്തെ ചോദ്യമാണ് ചെയ്ത് നിർത്തിയത് അല്ലേ. ഇനി നമുക്ക് അതിലെ രണ്ടാമത്തെ ചോദ്യം നോക്കാം. അപ്പോൾ ചോദ്യം എപ്പോഴും നല്ലവണ്ണം ശ്രദ്ധിച്ച് വായിക്കാം. എന്താണ് ചോദ്യം നോക്കിയേ. വെൻ എ ലാർജർ നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ എ സ്മോളർ നമ്പർ ദി ക്വോഷ്യന്റ് ആൻഡ് റിമൈൻഡർ ആർ ബോത്ത് 2. അതായത് അപ്പോൾ ഒരു വലിയ സംഖ്യയെ വേറൊരു സംഖ്യ ഒരു ചെറിയ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ അതിന്റെ ക്വോഷ്യന്റും റിമൈൻഡറും ഹരണഫലവും ശിഷ്ടവും എന്ത് കിട്ടി? 2 കിട്ടി. ഇതാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. ഇനി പിന്നെന്താണ് പറഞ്ഞിട്ടുള്ളത്? വെൻ 5 ടൈംസ് ദി സ്മോളർ ഈസ് ഡിവൈഡഡ് ബൈ ദി ലാർജർ. ചെറിയ സംഖ്യയുടെ 5 മടങ്ങിന് 5 ഇരട്ടിയെ വലിയ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ദി ക്വോഷ്യന്റ് ആൻഡ് റിമൈൻഡർ ആർ സ്റ്റിൽ ബോത്ത്. ഇപ്പോഴും എന്ത് തന്നെയാണ്? ക്വോഷ്യന്റും റിമൈൻഡറും 2 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദി നമ്പേഴ്സ്? നമ്പറുകൾ ഏതൊക്കെയാണ്? അപ്പോൾ ഈ ചോദ്യം വായിക്കുമ്പോൾ കുറച്ച് തലവേദന നമുക്ക് തോന്നും. അപ്പോൾ നോക്കിയാൽ ഇപ്പം ശരിക്കും ശ്രദ്ധിച്ച് വായിച്ച് ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ്. അതിനൊന്ന് ആദ്യം ഞാനൊന്ന് അത് നിങ്ങൾ ഓർമ്മയിൽ വരുത്താം. എന്താണ് കാര്യങ്ങൾ നോക്കിയാൽ, ഇപ്പം നമ്മളൊരു സംഖ്യ വേറെ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന വിചാരിക്കുക. ഇവിടെ നോക്കിയാൽ 11നെ ഞാനിപ്പോൾ ഒരു 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് വിചാരിക്കുക. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 5 നമുക്ക് ഡിവൈഡ് ചെയ്യുന്ന നോക്കിയാൽ 11 അല്ല, 1 പോലെ 11 എത്ര 5 ഉണ്ട്? 2 5 ഉണ്ട്. 2 5 അപ്പോൾ 2 × 5 10 അല്ലേ. ഇനി ഇവിടേക്ക് 1 അല്ല മൈനസ് ചെയ്യുമ്പോൾ 1 കിട്ടി. ഇത് അപ്പോൾ അതായത് 11 എത്ര 5 ഉണ്ട്? 2 5 ഉണ്ട് അല്ലേ. പിന്നെ 1 ശിഷ്ടം വന്നു, അതായത് 1 റിമൈൻഡർ വന്നു. ഇനി ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ്? അപ്പോൾ നമുക്ക് ഈ 11 കിട്ടാൻ അല്ലേ, 11 കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 11 എങ്ങനെ നമുക്ക് കിട്ടാം? 11 കിട്ടണമെങ്കിൽ ഈ 5ഉം 2ഉം തമ്മിൽ ഗുണിക്കുക അല്ലേ. 5ഉം 2ഉം 10, 10ന്റെ കൂടെ 1 കൂട്ടി കഴിഞ്ഞാൽ 11 കിട്ടി അല്ലേ. 5 × 2, 5ഉം 2ഉം തമ്മിൽ ഗുണിക്കുക. ആ കിട്ടിയ ഉത്തരത്തിന്റെ കൂടെ ഈ ശിഷ്ടം റിമൈൻഡർ കൂട്ടാം അല്ലേ. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 5 × 2 10, 10 + 1 11. ഏതിനെയാണോ ഡിവൈഡ് ചെയ്യുന്നത് അതിനെ പറയുന്ന പേരെന്താണ്? ഡിവിഡൻഡ് എന്ന് പറയും അല്ലേ. അപ്പൊ ഇത് ഡിവിഡൻഡ്. ഇത് ഡിവിഡൻഡ്. നമ്മൾ ഏതുകൊണ്ടാണ് ഹരിച്ചത്? 5 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത് അല്ലേ. അതിനെന്താ പറയാ? ഡിവൈസർ എന്ന് പറയാം അല്ലേ. അപ്പൊ ഇതിനെ പറയും ഡിവൈസർ. ഡിവൈസർ ഏതിനെ പറയും? ഈ 5നെ പറയും നമ്മൾ ഡിവൈസർ എന്ന് പറയും അല്ലെ. 11നെ പറയും ഡിവിഡൻഡ് എന്ന് പറയും. ഇനി 2 നമുക്ക് ഉത്തരം കിട്ടി അല്ലെ, ഹരണഫലം കിട്ടി. ഹരണഫലം അതിനെന്താ പറയാ? ക്വോഷ്യന്റ് അല്ലെ. അപ്പൊ ഇതിനെ നമ്മൾ വിളിക്കുക ക്വോഷ്യന്റ്. ക്വോഷ്യന്റ് എന്ന് വിളിക്കും. ഇനി ഇതിനെ ശിഷ്ടം എന്ന് പറയും അല്ലെ. ശിഷ്ടം എന്ന് പറഞ്ഞാൽ റിമൈൻഡർ. അപ്പൊ ഈ 4 പേരുകൾ ഓർമ്മയിൽ വേണം നമുക്ക്. അതായത് നമ്മൾ മലയാളത്തിൽ ആര്യം അല്ലെ, ഹാരകം, പിന്നെയോ ഇതിന് ഹരണഫലം, പിന്നെ ശിഷ്ടം അല്ലെ. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്ക് ഡിവിഡൻഡ് കിട്ടണം. അത് 11 കിട്ടണം അല്ലെ. അതായത് ഡിവിഡൻഡ് കിട്ടാൻ ഇവിടെ ശ്രദ്ധിക്കുക നിങ്ങൾ. അതായത് ഡിവിഡൻഡ് കിട്ടാൻ എന്ത് ചെയ്യണം? ഡിവൈസറും ക്വോഷ്യന്റും തമ്മിൽ ഗുണിക്കും. 5 × 2 അല്ലേ. ഡിവൈസർ ഇൻറ്റു ക്വോഷ്യന്റ് അല്ലേ. ഇവർ തമ്മിൽ ഗുണിച്ചിട്ട് പ്ലസ് എന്ത് ആഡ് ചെയ്യണം? ഈ റിമൈൻഡറിനെ ആഡ് ചെയ്യണം. റിമൈൻഡർ കണ്ട. ഇത്ര കാര്യങ്ങൾ നമുക്ക് ഓർമ്മയിൽ വേണം. ആര്യം = ഹാരകം ഇൻറ്റു ഹരണഫലം പ്ലസ് ശിഷ്ടം. ഓക്കെ. അപ്പൊ ഇത് ഓർമ്മയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്ത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എ ലാർജർ നമ്പർ ഈസ് ഡിവൈഡ് ബൈ എ സ്മോളർ നമ്പർ അല്ലെ. ഒരു വലിയ സംഖ്യയെ ചെറിയ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ലാർജർ നമ്പറിന് എക്സ് ആണെന്ന് കൊടുക്കാം, സ്മോളർ നമ്പറിന് വൈ ആണെന്ന് കൊടുക്കാം. ലാർജർ നമ്പർ വലിയ സംഖ്യ എക്സ് ആണെന്ന് കൊടുത്തു, സ്മോളർ നമ്പർ ചെറിയ സംഖ്യ വൈ ആണെന്ന് കൊടുത്തു അല്ലെ. ഇനി വലിയ സംഖ്യയെ ചെറിയ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ക്വോഷ്യന്റും റിമൈൻഡറും സെയിം ആണ് അല്ലെ. അതായത് 2 കിട്ടി. അതായത് ഇവിടെ നോക്കിയാൽ വലിയ സംഖ്യ എക്സ് അതിനെ ചെറിയ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ക്വോഷ്യന്റ് എന്ത് കിട്ടി? 2 കിട്ടി അല്ലെ. റിമൈൻഡർ അല്ലെ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ റിമൈൻഡർ അവസാനം എത്ര കിട്ടി? റിമൈൻഡർ നമുക്ക് എത്ര കിട്ടി? അതും നമുക്ക് 2 കിട്ടി അല്ലെ. എക്സിനെ വൈ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ക്വോഷ്യന്റ് 2 കിട്ടി, റിമൈൻഡറും 2 കിട്ടി. കണ്ട, ഇങ്ങനെ വന്നു. അപ്പൊ നമുക്ക് ഇവിടെ എഴുതിക്കുക ഡിവിഡൻഡ് = ഡിവൈസർ ഇൻറ്റു ക്വോഷ്യന്റ് പ്ലസ് റിമൈൻഡർ അല്ലെ. അപ്പൊ അതുപോലെ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? എക്സ് കിട്ടണമെങ്കിൽ അല്ലെ, എക്സ് ആണ് ഇവിടെ ഡിവിഡൻഡ്. എക്സ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ വൈയും 2ഉം തമ്മിൽ ഗുണിക്കണം, എന്നിട്ട് അതിന്റെ കൂടെ 2 കൂട്ടണം.
ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ എഴുതാം? എക്സ് ഇസ് ഈക്വൽ ടു എക്സ്, മനസ്സിലാവണില്ലേ? വൈ ഇൻറ്റു ടു അല്ലെ, വൈ ഇൻറ്റു ടു എന്ന് പറഞ്ഞാൽ 2y പ്ലസ് ഇതിന്റെ റിമൈൻഡർ 2. ഓക്കെ കേട്ടോ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി അടുത്ത് എന്താണ് പറഞ്ഞത്? when 5 times the smaller അല്ലെ, ചെറിയ സംഖ്യയുടെ 5 ഇരട്ടിയെ, ശ്രദ്ധിക്കുക, ചെറിയ സംഖ്യ എന്ന് വെച്ചാൽ ഏതാണ്? y, അതിന്റെ 5 ഇരട്ടി. അപ്പൊ നമുക്ക് നോക്കാം, 5 ഇരട്ടി എന്ന് വെച്ചാൽ 5y. ഇവിടെ ചെയ്ത് നോക്കാം, 5y. അതിനെ എന്ത് ചെയ്തു? ഈസ് ഡിവൈഡഡ് ബൈ ദി ലാർജർ, വലിയ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തു. വലിയ സംഖ്യ ഏതാണ്? എക്സ് അല്ലെ. അപ്പൊ 5yനെ എക്സ് കൊണ്ട് അല്ലെ, വലിയ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എന്താണ്? കോഷ്യന്റ് ആൻഡ് റിമൈൻഡർ ആർ സ്റ്റിൽ ബോത്ത് ടു. ഇപ്പോഴും എന്താണ് ഈ കോഷ്യന്റ് അല്ലെ, ഇവിടെ നമുക്ക് കിട്ടിയ ഹരണഫലം അതും 2 തന്നെയാണ്. ഇവിടെ നമുക്ക് കിട്ടിയ ശിഷ്ടം എത്രയാണ്? ശിഷ്ടം കിട്ടിയത് അതും 2 തന്നെയാണ്. ശിഷ്ടം നമുക്ക് കിട്ടിയതും 2 തന്നെ. അപ്പൊ നമുക്ക് ഇവിടെ എഴുതിയ പോലെ തന്നെ ഇവിടെ എഴുതാലോ, 5y അല്ലെ. 5y കിട്ടാൻ ഇവര് തമ്മിൽ ഗുണിക്കുക, 2x × 2 വെച്ചാൽ 2x പ്ലസ് 2. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് അത് എഴുതാം, 5y. അടുത്ത ആ സെന്റൻസിൽ നിന്ന് അടുത്ത ഇതിൽ നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്താണ്? 5y ഇസ് ഈക്വൽ ടു 2 × x അല്ലെ, 2x പ്ലസ് ശിഷ്ടം 2, റിമൈൻഡർ 2. അപ്പൊ നമുക്ക് 2 ഇക്വേഷൻ കിട്ടിയല്ലേ? ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? നമുക്ക് എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്ക് ഇപ്പൊ 2-3 തരത്തിൽ നമ്മൾ ചെയ്യാൻ പഠിച്ചല്ലേ. അപ്പൊ ഏത് തരത്തിൽ വേണമെങ്കിൽ ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. ഒന്നുകിൽ എന്ത് ചെയ്യാം, ഇവിടെ എക്സ് ഉണ്ട്, ഈ വൈനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എക്സ് മൈനസ് 2y = 2 എന്ന് പറഞ്ഞ് ഈക്വേഷൻ മാറ്റാം. അതുപോലെ ഇവിടെ ഈ 2x നമുക്ക് ഇങ്ങോട്ട് വലിക്കാം. അപ്പൊ എക്സും വൈയും ഒരു ഭാഗത്തായി, ഈ സംഖ്യ വേറെ ഭാഗത്തായി. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതല്ലെങ്കിൽ അതിനേലും എളുപ്പം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ? ഇവിടെ നോക്കിയാൽ നമ്മൾ ഫസ്റ്റ് അല്ലെ ആദ്യത്തെ ക്ലാസ്സുകളിൽ ചെയ്തു 5y = ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 5y ഇവിടെ ഒരു ഇക്വേഷൻ കിട്ടി. ഇവിടെ നമുക്ക് x = എക്സിന്റെ വാല്യൂ നമുക്കിവിടെ കിട്ടി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം എന്താണ്? ഈ ഇക്വേഷനിൽ ഈ എക്സിന് പകരം എന്ത് കൊടുത്താൽ മതി? ഇതങ്ങോട്ട് കൊടുത്താൽ മതി അല്ലേ. അപ്പൊ അതാണ് നമുക്ക് ഇവിടെ ചെയ്യാൻ എളുപ്പം. മറ്റേ രീതിയിൽ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഇവിടെ എളുപ്പം എന്താണ്? 5y അല്ലെ, ഈ ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഇക്വേഷൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഈ എക്സിന്റെ സ്ഥാനത്ത് ഈ എക്സിന്റെ വാല്യൂ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഈ ഇക്വേഷൻ നമുക്ക് ഇതിലേക്ക് ഇടാൻ പോകുന്നു അല്ലെ, അതായത് എക്സിന്റെ വാല്യൂ നമ്മൾ ഇതിൽ കൊടുക്കാൻ പോകുന്നു. അപ്പൊ നമുക്ക് എഴുതാം ഇക്വേഷൻ നമ്പർ 1 ഇൻ ഇക്വേഷൻ നമ്പർ 2 അല്ലെ. അതായത് ഇവിടെ എക്സിന്റെ വാല്യൂ കണ്ട, ഈ വാല്യൂ നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നു. മനസ്സിലായി? നമ്മൾ കുറെ ചെയ്തു അല്ലെ, ആദ്യത്തെ 1-2 ക്ലാസ് അങ്ങനെ ചെയ്തത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും നോക്കിയാൽ 5y, ഇക്വേഷൻ നമ്പർ 2, 5y = 2x, 2 × x അല്ലെ. അപ്പൊ 2 × x പകരം എന്ത് എഴുതാം? നമുക്ക് ഈ വാല്യൂ കൂടി കൊടുക്കാം. അപ്പൊ 2 × x പകരം എന്താണ്? 2y പ്ലസ് 2. അപ്പൊ ഇത് എക്സിന് പകരമുള്ള വാല്യൂ ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് നോക്കിയാൽ എക്സ് ഇത് മൊത്തം എക്സ് ആണ്, ഇത് മൊത്തമാണ് എക്സിന്റെ വാല്യൂ. അതുകൊണ്ട് നമ്മളിവിടെ ബ്രാക്കറ്റ് ഇടണം, അല്ലാതെ വെറുതെ 2y + 2 എന്ന് എഴുതരുത്. ഇത് എക്സ് ആണ് അല്ലെ. അപ്പൊ എക്സ്, അതുകൊണ്ട് നമ്മൾ ഇതിനെ എക്സിനെ ബ്രാക്കറ്റ് ഇട്ടു. അതായത് 2y + 2നെ ബ്രാക്കറ്റ് ഇട്ടു അല്ലെ, പ്ലസ് 2. ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 5y = ഇനി എന്ത് ചെയ്യണം? ഇത് കൊണ്ട് ഓരോരുത്തരും ഇങ്ങോട്ട് ഗുണിക്കണം അല്ലെ. ഇതിനെ ഗുണിക്കണം, 2 × 2y 4y പ്ലസ് 2 × 2 4 അല്ലെ. അപ്പൊ ഇത് കഴിഞ്ഞു. ഇനി ബാക്കി എന്താ ഉള്ളത്? പ്ലസ് 2. എന്ത് കിട്ടി നമുക്ക്? 5y = 4y പ്ലസ് 4 പ്ലസ് 2 അല്ലെ. അപ്പൊ ഇവിടെ 5y, ഇവിടെ 4y, ഈ 2y നമുക്ക് ഒരുമിച്ചാക്കാം. അപ്പൊ എന്ത് വരും? 5y, ഈ വൈനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -4y ആയി അല്ലെ. -4y = ഇനി ഇതിനിപ്പുറത്ത് ആരൊക്കെ ഉണ്ടെന്ന് നോക്കിയാൽ 4ഉം 2ഉം അല്ലെ. 4 + 2 എത്രയാണ്? 6. അതായത് 5y - 4y എത്രയാണ്? 1y അല്ലെ. 1y = 6. കണ്ട? അപ്പൊ നമുക്ക് വൈയുടെ ഉത്തരം കിട്ടി 6. ഇനി നമുക്ക് എക്സ് കിട്ടാൻ എന്ത് ചെയ്യാൻ മതി? കേട്ടാ, ഇതിലങ്ങോട്ട് വൈയുടെ വാല്യൂ ഇട്ട് കൊടുത്താൽ പോരെ. x = 2y + 2 അല്ലെ. ഇതാണ് എക്സ് അല്ലെ. അതായത് 2 × വൈയുടെ വാല്യൂ നമുക്ക് കിട്ടി 6 കിട്ടി. 6 + 2 = 2 × 6 എത്രയാണ്? 12 + 2 അല്ലെ = 14. വലിയ സംഖ്യ എന്താണ്? 14. ചെറിയ സംഖ്യ അല്ലെ, സ്മോൾ നമ്പർ 6. ഇനി നമുക്ക് അതിലെ മൂന്നാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. ദി സം ഓഫ് ദി ഡിജിറ്റ്സ് ഓഫ് എ 2-digit നമ്പർ ഈസ് 11. അതായത്
ഒരു രണ്ടക്ക സംഖ്യ അല്ലെ, രണ്ടക്ക സംഖ്യകളുടെ ഡിജിറ്റുകളുടെ സം, അക്കങ്ങളുടെ തുക അല്ലെ, രണ്ടക്കങ്ങൾ ഉണ്ടായിരിക്കും അതിൽ, അവ തമ്മിൽ കൂട്ടുമ്പോൾ അല്ലെ, അതാണ് അക്കങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ എത്രയാണ്? 11 ദി നമ്പർ ഗോട്ട് ബൈ ഇന്റർചേഞ്ചിങ് ദി ഡിജിറ്റ്സ് ഈസ് 27 മോർ ദാൻ ദി ഒറിജിനൽ നമ്പർ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? അപ്പൊ ഈ സംഖ്യ അപ്പൊ രണ്ട് അക്കങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ, ഒരു 2 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ അതിൽ 2 അക്കങ്ങൾ ഉണ്ടായിരിക്കും. ഈ അക്കങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. ഇപ്പൊ 56 എന്ന് വിചാരിക്കാം, 56 ഞാൻ തിരിച്ചിട്ടപ്പോ 65 അല്ലെ, 65 നേടി. അപ്പൊ അതുപോലെ ഇവ ഇങ്ങനെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടപ്പോൾ ആ കിട്ടിയ സംഖ്യ ആദ്യത്തെ സംഖ്യയേക്കാൾ എത്ര കൂടുതലാണ്? 27 മോർ ദാൻ ദി ഒറിജിനൽ നമ്പർ. ശരിക്കുള്ള സംഖ്യയേക്കാൾ 27 കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി നമ്പർ? നമ്പർ എത്രയാണ്? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ചോദ്യം നല്ലവണ്ണം വായിച്ചു നോക്കാം. ഒരു രണ്ടക്ക സംഖ്യയാണ് അല്ലെ, രണ്ടക്കങ്ങളുടെ സംഖ്യ. ഇപ്പൊ നമുക്ക് നോക്കിയാൽ ഇപ്പൊ 52, ഇത് രണ്ടക്ക സംഖ്യയാണ് അല്ലെ, 52 രണ്ടക്ക സംഖ്യ. അപ്പൊ ഇത് വൺസിന്റെ പ്ലേസിൽ അല്ലെ, ഒറ്റയുടെ സ്ഥാനത്ത് 2 ഉണ്ട്, 10ന്റെ സ്ഥാനത്ത് അല്ലെ, ടെൻസിന്റെ സ്ഥാനത്ത് 5 ഉണ്ട് അല്ലെ. അപ്പൊ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഈ സംഖ്യ നമുക്ക് ഇതുപോലെ എഴുതാം അല്ലെ. അതായത് ഇപ്പൊ നമുക്ക് ടെൻസിന്റെ സ്ഥാനത്ത് എക്സ് ആണെന്ന് വിചാരിക്കാം, വൺസിന്റെ സ്ഥാനത്ത് വൈ ആണെന്ന് വിചാരിക്കാം അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം അത് എഴുതാം. ഡിജിറ്റ് ഇൻ ടെൻസ് പ്ലേസ് അല്ലെ, അതായത് 10ന്റെ സ്ഥാനത്തുള്ള അക്കം എന്താണ്? എക്സ് ആണെന്ന് വിചാരിക്കാം. ഇവിടെ 10ന്റെ സ്ഥാനത്തുള്ള അക്കം എക്സും, ഡിജിറ്റ് ഇൻ വൺസ് പ്ലേസ് അതായത് ഒറ്റയുടെ സ്ഥാനത്തുള്ള അക്കം ഏതാണെന്ന് വിചാരിക്കുക? വൈ ആണെന്ന് വിചാരിക്കുക അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ സംഖ്യ എന്തായിരിക്കും? ഈ നമ്പർ ഏതായിരിക്കും? നമ്പർ ഒറ്റയുടെ സ്ഥാനത്ത് വൈയും 10ന്റെ സ്ഥാനത്ത് എക്സും. അങ്ങനെയാണെങ്കിൽ സംഖ്യ എന്തായിരിക്കും? ഇവിടെ നോക്കിയേ, ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് 2 അല്ലെ, 10ന്റെ സ്ഥാനത്ത് ടെൻസിന്റെ സ്ഥാനത്ത് 5. അപ്പൊ സംഖ്യ നമുക്ക് എങ്ങനെ കിട്ടുക? 10ന്റെ സ്ഥാനത്ത് 5 ആണ് അല്ലെ. അതായത് നമുക്ക് സംഖ്യ കിട്ടുക എങ്ങനെയാണ്? ഇവിടെ നോക്കിയാൽ 10 × 5 അല്ലെ, 10ന്റെ സ്ഥാനത്ത് 5, അപ്പൊ അതുകൊണ്ട് 10 × 5 പ്ലസ് ഒറ്റയുടെ സ്ഥാനത്ത് 2 അല്ലെ, പ്ലസ് 2 × 1 അതായത് 2. ഇതാണ് സംഖ്യ. അതായത് നോക്കിയാൽ 10 × 5 എന്ന് പറഞ്ഞാൽ 50 പ്ലസ് 2 അല്ലെ, സീക്വൽ ടു 52. കണ്ടാ, ഇങ്ങനെയാണ് നമുക്ക് സംഖ്യ കിട്ടുന്നത്. ഇത് 10ന്റെ സ്ഥാനത്ത്, അപ്പൊ നമുക്ക് ഇതിനെ 10 കൊണ്ട് ഗുണിക്കണം അല്ലെ. ഇനി 100ന്റെ സ്ഥാനമാണെങ്കിൽ 100 കൊണ്ട് ഗുണിക്കും അല്ലെ. അവിടെ ഏതാണ് അക്ക അതിനെ 100 കൊണ്ട് ഗുണിക്കും, ഇതിനെ 10 കൊണ്ട് ഗുണിക്കും, ഇത് ഒറ്റ 1 കൊണ്ട് ഗുണിക്കും അല്ലെ. ഇങ്ങനെയാണ് നമുക്ക് സംഖ്യ കിട്ടുക. അതുപോലെ ഇവിടെ നോക്കിയാൽ ടെൻസിന്റെ സ്ഥാനത്ത് എക്സ് ആണ്, വൺസിന്റെ സ്ഥാനത്ത് വൈ ആണ്. അങ്ങനെയാണെങ്കിൽ സംഖ്യ എന്തായിരിക്കും? ടെൻസിന്റെ സ്ഥാനത്ത് എക്സിന് അല്ലെ, അപ്പൊ എക്സിന് എന്ത് ചെയ്യണം? 10 കൊണ്ട് ഗുണിക്കണം പ്ലസ് വൺസിന്റെ സ്ഥാനത്തുള്ളത് അല്ലെ, ഏതാണ് അത് നമ്മൾ എഴുതും. അപ്പൊ ഇവിടെ ടെൻസിന്റെ സ്ഥാനത്ത് എക്സ് ആണ്, അതുകൊണ്ട് നമുക്ക് നമ്പർ എന്തായിരിക്കും? 10x അല്ലെ. ഇവിടെ നമുക്ക് 10 × 5 എന്ന് എഴുതിയ പോലെ 10x എന്ന് എഴുതാം. പ്ലസ് എന്താണ്? വൺസിന്റെ സ്ഥാനത്ത് വൈ ആണ് അല്ലെ. ഇവിടെ വൺസിന്റെ സ്ഥാനത്ത് 2 ആയതുകൊണ്ട് നമ്മൾ 2 എന്ന് എഴുതി, പ്ലസ് 2. അപ്പൊ ഇവിടെ വൈ ആയതുകൊണ്ട് നമുക്ക് വൈ. ഇതാണ് നമ്മുടെ സംഖ്യ അല്ലെ. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇപ്പൊ പരസ്പരം ഇന്റർചേഞ്ച് ചെയ്തു. ഈ നമ്പർ എന്ത് ചെയ്തു? അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. അതായത് ടെൻസിന്റെ സ്ഥാനത്ത് എന്തായി? വൈ ആയി മാറി. ഇപ്പൊ നോക്കിയാൽ ഇതിന് 52 അല്ലെ, ഞാൻ നേരെ തിരിച്ചിട്ടാണെങ്കിൽ 25 എന്ന് വരും അല്ലെ, 25 ആയി ഇത്. അതായത് ഇവിടെ നോക്കിയാൽ ടെൻസിന്റെ സ്ഥാനത്ത് എന്ത് വന്നു? 2 വന്നു, വൺസിന്റെ സ്ഥാനത്ത് 5 വന്നു അല്ലെ, നേരെ തിരിഞ്ഞു ശരിയല്ലേ. അപ്പൊ അതുപോലെ ഇവിടെ എന്ത് ചെയ്തു? ഇവിടെയും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു. ഇന്റർചേഞ്ച് ചെയ്തപ്പോൾ കിട്ടുന്ന സംഖ്യ ഏതായിരിക്കും? നമ്പർ ഗോട്ട് ബൈ ഇന്റർചേഞ്ചിങ് ദി ഡിജിറ്റ്സ് അല്ലെ, അതായത് അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ. അപ്പൊ ഇവിടെ നോക്കിയാൽ ഇവിടെ അക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അല്ലെ. മാറാണെങ്കിൽ എന്തായിരിക്കും നമുക്ക് സംഖ്യ നോക്കിയാൽ? ഇവിടെ 10x അല്ലെ, 10ന്റെ സ്ഥാനത്ത് എക്സ് ആയിരുന്നു, ഒറ്റയുടെ സ്ഥാനത്ത് വൈ ആയിരുന്നു. ഇനി അങ്ങോട്ടും മാറിയാൽ എന്താവും? 10ന്റെ സ്ഥാനത്ത് ആരായി? വൈ ആയി, ഒറ്റയുടെ സ്ഥാനത്ത് എക്സ് ആയി അല്ലെ. അപ്പൊ നമുക്ക് തിരിഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? സംഖ്യ എന്തായിരിക്കും? 10 × അല്ലെ, ശ്രദ്ധിക്കുക, 10 × ഇവിടെ എക്സ് ആയിരുന്നു, ഇനി ഇവിടെ എന്തായിരിക്കും വരാൻ? മാറി അല്ലെ, വൈ വന്നു പ്ലസ് വൺസിന്റെ സ്ഥാനത്തോ എക്സ് വന്നു അല്ലെ. അപ്പൊ പരസ്പരം അക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിട്ടിയാൽ കിട്ടുന്ന സംഖ്യ 10y പ്ലസ് എക്സ് ആണ് അല്ലെ. ഇവിടെ നമുക്ക് 25 കിട്ടിയില്ലേ? 10 × 2 20 പ്ലസ് 5 25 കിട്ടി. അതുപോലെ ഇവിടെ നോക്കിയാൽ 10 × y അല്ലെ, 10 × y ആണ് ടെൻസിന്റെ സ്ഥാനത്ത് എടുക്കുന്നത്, പ്ലസ് എക്സ് ഒറ്റയുടെ സ്ഥാനത്ത് എക്സ്. അപ്പൊ കിട്ടുന്ന സംഖ്യ 10y പ്ലസ് എക്സ്. ഇത് ആദ്യത്തെ സംഖ്യ. അത് ക്ലിയർ ആയല്ലോ. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് നോക്കിയാൽ ദി നമ്പർ ഗോട്ട് ബൈ ഇന്റർചേഞ്ചിങ് ദി ഡിജിറ്റ്സ് ഈസ് 27 മോർ ദാൻ ദി ഒറിജിനൽ നമ്പർ. അതായത് അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ അല്ലെ, ഇതാണ് നമുക്ക് അക്കങ്ങൾ പരസ്പരം മാറ്റിയപ്പോൾ കിട്ടുന്ന സംഖ്യ. ഈ സംഖ്യ ആദ്യത്തെ സംഖ്യയേക്കാൾ, ആദ്യ സംഖ്യ ഏതാണ്? ഇത് അല്ലെ, ഇതിനേക്കാൾ എത്ര കൂടുതലാണ്? 27 കൂടുതലാണ്.
അപ്പൊ ഇങ്ങനെ മാറ്റിയപ്പോൾ കിട്ടുന്ന സംഖ്യ ആദ്യത്തെ സംഖ്യയേക്കാൾ കണ്ട ഇപ്പൊ നോക്കിയാൽ ഇത് 52 ഇത് 25 അല്ലെ. അപ്പൊ നോക്കിയാൽ ഇവിടെ ആദ്യത്തെ സംഖ്യയേക്കാൾ എത്ര കുറവാണിത് അല്ലെ, 27 കുറവാണിത്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്, ഈ സംഖ്യ ഇപ്പൊ കിട്ടുന്ന സംഖ്യ ആദ്യത്തെ സംഖ്യയേക്കാൾ 27 കൂടുതലാണ്. ഇപ്പൊ കിട്ടിയ സംഖ്യ അല്ലെ ഏതാണ്, 10y. ഇതാണ് നമ്മുടെ പുതിയ സംഖ്യ പ്ലസ് എക്സ് അല്ലെ. ഇത് ആദ്യത്തെ സംഖ്യ ഏതാണ്, 10x പ്ലസ് വൈ അല്ലെ. ആദ്യ സംഖ്യ അതിനേക്കാൾ എത്ര കൂടുതലാണ്, പ്ലസ് 27 കൂടുതലാണ്. കണ്ട ഇത്രയുള്ള കാര്യം. അപ്പൊ ഇപ്പൊ കിട്ടിയ സംഖ്യ ആദ്യത്തെ സംഖ്യയേക്കാൾ 27 പ്ലസ് 27 കണ്ട 27 കൂടുതലാണ്. അപ്പൊ നമുക്ക് നോക്കിയാൽ ഇവിടെ എക്സ് ഉണ്ട് അല്ലെ, ഇപ്പുറത്തും എക്സും വൈ ഉണ്ട് കിടക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എക്സും വൈനൊക്കെ ഒരു ഭാഗത്താക്കാം. ഇവിടെ ഉള്ള നമുക്ക് ആദ്യം എഴുതാം. ഇവിടെ ആരൊക്കെ ഉണ്ട് നോക്കിയാൽ 10y ഉണ്ട് പ്ലസ് എക്സ് ഉണ്ട് അല്ലെ. ഇന്നൊക്കെ ഈ 10x ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ മൈനസ് 10x ആയി. ഇതൊക്കെ ഈ വൈന് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ മൈനസ് വൈ ആയി സീക്വൽ ടു എല്ലാം കഴിഞ്ഞില്ലേ. ഇനി ബാക്കി 27. അപ്പൊ 27 അവിടെ ഉള്ളൂ, 27. നമുക്ക് ആദ്യം എക്സിന് എഴുതാം അല്ലെ. എക്സ് ആദ്യം എഴുതാം. എക്സ് നോക്കിയാൽ ഇവിടെ ഒരു പ്ലസ് എക്സ് ഉണ്ട്, ഇവിടെ മൈനസ് 10x ഉണ്ട്. അപ്പൊ എത്ര എക്സ് ആയി ഇവിടെ, മൈനസ് അല്ലെ, പ്ലസും മൈനസും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വലുതിന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം അല്ലെ. അപ്പൊ ഇവിടെ 10 1 കുറക്കാം. 10 1 കുറക്കുമ്പോൾ 9, വലുതിന്റെ ചിഹ്നം മൈനസ്. അപ്പൊ മൈനസ് 9x അല്ലെ. അപ്പൊ ഇവിടെ മൈനസ് 9x. ഇനി വൈ നോക്കിയാൽ ഇവിടെ 10y ഉണ്ട് മൈനസ് y ഉണ്ട്. അപ്പൊ 10y ന്ന് ഒരു y പോയി കഴിഞ്ഞാൽ എന്താവും ബാക്കി, 9y അല്ലെ, പ്ലസ് 9y ഈക്വൽ ടു 27. ഇനി ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്ക് ഇവിടെ 9 ഇവിടെ 27 അല്ലെ. ഇപ്പൊ പെട്ടെന്ന് നമുക്ക് നോക്കിയാൽ ഇതൊക്കെ എന്തിന്റെ ഗുണിതങ്ങളാണ്, 9ന്റെ അല്ലെ, 9ന്റെ മൾട്ടിപ്പിൾസ് അല്ലെ, 9 9 27. അപ്പൊ നമുക്ക് ഇക്വേഷൻ ഒന്ന് ചെറിയ രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം, മനസ്സിലായില്ല. ഇങ്ങനെ തന്നെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നമുക്കൊന്ന് ഇതിന് ചെറുതാക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, എല്ലാത്തിനും നമുക്ക് നോക്കിയാൽ 9 കൊണ്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. മനസ്സിലായില്ലേ, വേറെ ഒന്നിനല്ല, ഇത് നമുക്കൊന്ന് ചെറിയ ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ നോക്കിയാൽ ഇവിടെ 9 ക്യാൻസൽ ആയിപ്പോയി അല്ലെ. ബാക്കി എന്ത് തോന്നുന്നു, ബാക്കി മൈനസ് എക്സ് അല്ലെ. അപ്പൊ നമുക്കിവിടെ മൈനസ് എക്സ് എന്ന് കിട്ടി കണ്ട. ഇനി ഇവിടെ അടിയിൽ 9 ഈ 9 ക്യാൻസൽ ആയി. ബാക്കി എത്ര വന്നു, പ്ലസ് വൈ സീക്വൽ ടു ഇവിടെ 27/9 അല്ലെ. 27/9 എത്ര, 27 എത്ര 9 ഉണ്ട്, 3 9 അല്ലെ. അപ്പൊ നമുക്ക് 3 കണ്ട. ഇപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഇക്വേഷൻ കിട്ടി. മൈനസ് എക്സ്, ഈ ഇക്വേഷൻ നമ്മൾ മാറ്റി മൈനസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 3 കിട്ടി അല്ലെ. ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ എത്ര കൊടുക്കാം, ഒന്ന് നമുക്കൊരു മിനിറ്റ് നോക്കിയാൽ ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 2. നമ്മൾ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട് ഇവിടെ. നമ്മൾ ആദ്യം നമ്മുടെ ചോദ്യത്തിൽ എന്തുണ്ട്, ദി സം ഓഫ് ദി ഡിജിറ്റ്സ് ഓഫ് 2 ഡിജിറ്റ് നമ്പർ ഈസ് 11 അല്ലെ. അതായത് 2 അക്ക സംഖ്യകളുടെ അക്കങ്ങളുടെ തുക 11 ആണെന്നുണ്ട് അല്ലെ. അപ്പൊ ഞാനത് എഴുതാൻ വിട്ടുപോയതാണ്. ഇത് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടും, ഈ അക്കങ്ങളുടെ തുക കണ്ട. ഇപ്പോൾ 52 ആണെങ്കിൽ 5 പ്ലസ് 2 ഇവയുടെ തുക എത്ര, 5 2 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 7 അല്ലെ. അപ്പൊ ഇതിന്റെ കേസിൽ 7 ആണ് തുക സം. അപ്പൊ അതുപോലെ ഇവിടെ എക്സും വൈ ആണ് അല്ലെ. അപ്പൊ എക്സും വൈയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുന്നുണ്ട്, എക്സ് പ്ലസ് വൈ കണ്ട. ഞാൻ എഴുതാൻ വിട്ടുപോയതാണ്, എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 11 അല്ലെ. ഇത് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യമാണ്. ഇത് എഴുതിയിട്ട് വേണം നമ്മൾ ഇത് എഴുതാൻ കേട്ടാ. ആദ്യം നമ്മൾ പറഞ്ഞ എക്സ് 2 അവരുടെ അക്കങ്ങൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും, 11 കിട്ടും അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. പിന്നെ നമ്മൾ നമ്പർ എഴുതി, പിന്നെ തിരിച്ചിട്ടപ്പോഴുള്ള നമ്പർ എഴുതി, ഇനിയിപ്പോൾ നമ്മൾ അവർ തമ്മിലുള്ള ബന്ധം എഴുതി. മനസ്സിലായില്ലേ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് 2 ഇക്വേഷനിൽ നിന്ന് എക്സിന്റെ വാല്യൂ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാം അല്ലെ. എവിടെയൊക്കെ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 11. ഇത് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ. പിന്നെയോ എക്സ് മൈനസ് എക്സ് പ്ലസ് വൈ അല്ലേ ഈക്വൽ ടു 3. ഇത് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പൊ ഇനി ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്ക് ഇതിന്റെ കോഎഫിഷ്യന്റ് അല്ലേ 1 ആണ്, ഇവിടെയും 1 ആണ് അല്ലെ. ചിഹ്നം വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ഇവിടെ നോക്കിയാൽ ഇവിടെയും 1 ഇവിടെയും 1. അപ്പൊ നമുക്ക് എക്സിനെ വേണമെങ്കിൽ എക്സിനെ ഒഴിവാക്കാം, വൈനെ വേണമെങ്കിൽ വൈനെ ഒഴിവാക്കാം. അപ്പൊ ഏത് വേണമെങ്കിലും ഒഴിവാക്കാം. അപ്പൊ എന്ത് വരും, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഇക്വേഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആരും ഒഴിവായി പോവും. ഇവിടെ പ്ലസും മൈനസും ആണ്, അതുകൊണ്ട് ഇത് ഒഴിവായി, എക്സ് ഒഴിവാകും അല്ലെ. ഇനി ഇതിൽ നിന്ന് ഇത് കുറച്ചാലോ ആരൊഴിവാകും, വൈ ഒഴിവാകും അല്ലെ. വൈയിൽ നിന്ന് വൈ കുറച്ച് കഴിഞ്ഞാൽ 0 ആയിപ്പോയി. അപ്പൊ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ക്ലിയർ ആയില്ലേ. അപ്പൊ ഇത് വിശദമായിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കിയാൽ ഇനിയിപ്പോൾ വേണമെങ്കിൽ 1ഉം 2ഉം നോക്കിയാൽ ഇക്വേഷൻ 1ഉം 2ഉം 1ഉം 2ഉം ആഡ് ചെയ്യാണെന്ന് ചോദിക്കുക, കൂട്ടാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും നോക്കിയാൽ എക്സും മൈനസ് എക്സും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എക്സ് 0 ആയിപ്പോയി അല്ലെ. വൈയും തമ്മിൽ കൂട്ടിയാൽ 2y. ഇവിടെ ആഡ് ചെയ്യാണ് 11ഉം 3ഉം അല്ലെ. എത്രയാണ് 14. അപ്പൊ നമുക്ക് 2y ഈസ് ഈക്വൽ ടു 14 കിട്ടി. അപ്പൊ y ഈസ് ഈക്വൽ ടു 14/2 ഈക്വൽ ടു 7. ഇനി നമുക്ക് നോക്കിയാൽ എക്സ് കണ്ടുപിടിക്കാം അല്ലെ. ഈ ഇക്വേഷനിൽ എന്ത് കൊടുക്കാം, 7 കൊടുത്താൽ മതി. അപ്പൊ എന്ത് വരും നോക്കിയാൽ എക്സ് പ്ലസ് വൈ
സീക്വൽ ടു എത്രയാണ് 11 അല്ലേ. ഇനി നമുക്ക് എക്സ് പ്ലസ് വൈയുടെ വാല്യൂ 7 കിട്ടി, 7 സീക്വൽ ടു 11. അങ്ങനെയാണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 11 മൈനസ് 7 അല്ലേ, മൈനസ് 7 സീക്വൽ ടു 4. ഇപ്പൊ നമുക്ക് എക്സും വൈയും കിട്ടി അല്ലേ. അങ്ങനെയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള നമ്പറാണ് അല്ലേ, ഏത് സംഖ്യയാണ്, ആ രണ്ടക്ക സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്പർ ഏതായിരിക്കും? എക്സ് ഏതാണ്? 4 അല്ലേ, 4. അപ്പൊ ആദ്യം ടെൻസിന്റെ സ്ഥാനത്ത് 4ഉം വൺസിന്റെ സ്ഥാനത്ത് 7ഉം അല്ലേ. അപ്പൊ സംഖ്യ 47. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായത് കരുതുന്നു. ഇന്ന് നമുക്ക് അതിൽ ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.